അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കൂനിച്ചി മലയിലേക്കുള്ള ട്രക്കിംഗ് സ്പോട്ടിൽ നിന്ന് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. കാൽനട ഇതുവരെ വണ്ടി വരുള്ളൂ. വണ്ടി എല്ലാവരും അവിടെ വെച്ചിട്ട് നടന്നാണ് കയറുന്നത്. നമ്മളിതാ നടത്തം തുടങ്ങിക്കഴിഞ്ഞു. വമ്പം പാറക്കല്ലുകളാണ് വഴി നിറയെ. ഒരുപാട് ആൾക്കാർ മുകളിലുണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ഇതേ റോഡിൽ കൂടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. മഴയായത് കൊണ്ടാണ്. ഇനി അങ്ങോട്ടെല്ലാം ഇച്ചിരി ദുർഘടമായിട്ടുള്ള പാതയാണ്. പോയി നോക്കാം. അപ്പോൾ നമ്മൾ കൂനിച്ചി മലയുടെ 1-ാം ഘട്ടം കയറിക്കഴിഞ്ഞു. അടുത്ത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ മുകളിലോട്ടുള്ള വഴിയിലോട്ട് അങ്ങനെ കയറുകയാണ് സുഹൃത്തുക്കളെ. കയറ്റം കടുപ്പം, വഴിയോ ദുർഘടം, അട്ടയുണ്ട്, പാമ്പും കാണും. അങ്ങനെ കയറി പോവുകയാണ്. നമുക്ക് നോക്കാം. വമ്പൻ 2 പാറയുടെ ഇടയിൽ ഒരു ഗുഹയുടെ ഇടയിൽ നല്ല ഐറ്റങ്ങൾ കാണും. പാമ്പ്. ഇതാണ് ഗുഹ. എന്താ അയ്യോ, കീഴ്ക്കാൻ തൂക്കായ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്ന് അല്പ റിസ്ക്കാണ് യാത്ര. വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കൂനിച്ചി മലയുടെ ഏകദേശം പകുതി എത്തി നിൽക്കുകയാണ്. നൈസ്, വെരി നൈസ്, അടിപൊളി. ഇനി അത്രയും ദൂരം നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. വഴി കണ്ടുപിടിച്ച് പോകണം. അപ്പോൾ വെയിലുണ്ട് മുകളിൽ. ഇത് ഈഞ്ച പാറപ്പുറത്തോടുള്ള യാത്ര കഠിനം. അയ്യോ അമ്മേ, കീഴ്ക്കാൻ തൂക്കായ വമ്പൻ പാറ. അയ്യോ പേടിയാണ്. സൈഡിൽ കൂടെ പോയി. അയ്യോ മഞ്ഞൊക്കെ ഇറങ്ങുന്നുണ്ട്. വാവ്, നൈസ് വ്യൂ. 2 മിനിറ്റ് ഇരിക്കാം. ഏതൊക്കെ മലയാണ് എന്തൊക്കെയാണെന്നൊന്നൊരു പിടുത്തമില്ല. എന്തായാലും അടിപൊളി സെറ്റ്. അടുത്ത ഘട്ടം നമ്മൾ അഗസ്ത്യാർകൂടത്തിൽ പോകുമ്പോൾ ഇതുപോലൊരു ഇവിടമായിട്ടുള്ളൊരു വനപ്രദേശമുണ്ട്. അതായത് പൊങ്കാലപ്പാറയിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ഇതുപോലത്തെ സ്ഥലങ്ങളാണ്. പക്ഷെ അവിടെയെന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത തരം ചെടികളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതൊക്കെ നമ്മൾ കണ്ട് പരിചയമുള്ള ടൈപ്പ് ചെടികളാണ്. ഇനിയും കുറച്ചുകൂടെ മുകളിലോട്ട് കയറാനുണ്ട്. നേരത്തെ കണ്ട ആ പാറയുടെ മണ്ടലാണ് കയറി പോവേണ്ടത്. അയ്യോ, സംസാരിക്കാൻ വയ്യ. അയ്യോ, കോടയിറങ്ങുന്നുണ്ട്. സുഹൃത്തുക്കളെ,
മഴ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഇവിടെ ഒരു മലയുണ്ട്, അതിൻ്റെ മണ്ടയിൽ മഞ്ഞുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതാ ഒരു മലയുണ്ട്. ഇതിലാദ്യം നമ്മൾ കീഴടക്കാൻ പോണത് ഈ ഒരു മലയാണ്. കയറി വരുമ്പോൾ ഇടത് സൈഡിലുള്ള മല. നടക്കാം, വാ. അയ്യോ, മഴ കുഴപ്പമില്ല. നൈസ്, സൂപ്പറായിട്ടുള്ള കാറ്റുണ്ട്, ആൾക്കാർ ഒരുപാടുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ റിസർവയറാണ്. ആ കാണുന്നത് രക്ഷയില്ല, അടിപൊളി. നൈസ്. ഓടാ മഞ്ഞ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഇന്നത്തെ കുനിച്ചിമല യാത്ര ഇവിടെ പരിപൂർണമാവാൻ പോവുകയാണ്. ഇത് ഒരു രക്ഷയില്ല, നല്ല സൂപ്പർ വൈബുള്ള പ്ലേസ്, നല്ല തണുപ്പുണ്ട്, അധികം തിരക്കൊന്നുമില്ല. പക്ഷേ ഒരു മണിക്കൂർ അടുപ്പിച്ച് ട്രക്കിംഗ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. വെള്ളറുടെ വരേണ്ടത്. വെള്ളറുടെ വന്നിട്ട് കുനിച്ചിമല ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കുനിച്ചിമല ലൊക്കേഷൻ ഇട്ടാലും മതിയാവും, നമുക്ക് ലൊക്കേഷൻ കിട്ടും. എന്തായാലും സൂപ്പറായിരുന്നു. നമ്മളെന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് തിരിച്ചത്. ഇപ്പോൾ മണി ഏകദേശം 6 മണിയായിട്ടുണ്ട്. മഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി.